തിരുവനന്തപുരം ആര്യനാട് ഗവൺമെന്റ് എൽ.പി. സ്കൂളിലെ പി.ടി.എയുടെ വാർഷിക പൊതുയോഗവും പുതിയ ഭാരവാഹികളുടെ തെരഞ്ഞെടുപ്പും മറ്റ് രക്ഷിതാക്കളുടെ പരാതിയെ തുടർന്ന് മാറ്റിവെച്ചു. ഒരു വിഭാഗം രക്ഷിതാക്കളെ തെരഞ്ഞെടുപ്പ് അറിയിച്ചില്ല എന്ന ആര്യനാട് പഞ്ചായത്ത് പ്രസിഡന്റിന് ലഭിച്ച പരാതിയുടെ അടിസ്ഥാനത്തിലാണ് തീരുമാനം. മറ്റ് സ്കൂളുകളേക്കാൾ കൂടുതൽ ഫണ്ട് ഈ സ്കൂളിലെ പി.ടി.എ വാങ്ങുന്നുണ്ടെന്ന് രക്ഷിതാക്കൾ പരാതി നൽകിയതായി പഞ്ചായത്ത് പ്രസിഡന്റ് പറഞ്ഞു. പഞ്ചായത്ത് പ്രസിഡന്റ് വിദ്യാഭ്യാസ വകുപ്പിന് നൽകിയ പരാതിയുടെ അടിസ്ഥാനത്തിൽ മന്ത്രിയുടെ ഓഫീസ് തെരഞ്ഞെടുപ്പും പൊതുയോഗവും മാറ്റിവെക്കാൻ പ്രിൻസിപ്പലിനോട് ആവശ്യപ്പെടുകയായിരുന്നു. തുടർന്ന് രക്ഷിതാക്കളുടെ നേതൃത്വത്തിൽ പഞ്ചായത്ത് ഓഫീസ് ഉപരോധിച്ചു. സംഭവത്തിൽ പഞ്ചായത്ത് പ്രസിഡന്റ് വിശദീകരണം നൽകണമെന്നും രേഖാമൂലം പരാതി ലഭിക്കാതെയുള്ള തീരുമാനം പിൻവലിക്കണമെന്നും ആവശ്യപ്പെട്ടായിരുന്നു സമരം. അല്ലാത്ത പക്ഷം സമരവുമായി മുന്നോട്ടു പോകാനാണ് തീരുമാനമെന്ന് രക്ഷിതാക്കൾ പറഞ്ഞു. അങ്ങനെ എല്ലാ രക്ഷകർത്താക്കളെ അറിയിക്കാതെ ഇങ്ങനൊരു പി.ടി.എ തിരഞ്ഞെടുപ്പ് നടത്തിയതിന്റെ പേരിലാണ് അവരുടെ രക്ഷകർത്താക്കളുടെ കംപ്ലൈന്റ് മൂലമാണ് പി.ടി.എ പ്രസിഡന്റ് പഞ്ചായത്ത് പ്രസിഡന്റ് പി.ടി.എ തിരഞ്ഞെടുപ്പ് മാറ്റിവെക്കണമെന്ന് വിദ്യാഭ്യാസ വകുപ്പ് മന്ത്രിക്ക് ലെറ്റർ കൊടുത്ത് പി.ടി.എ തിരഞ്ഞെടുപ്പ് മാറ്റിവെച്ചു. തിരുവനന്തപുരം ചിറയൻകീഴിൽ +2 വിദ്യാർത്ഥി പനി ബാധിച്ചു മരിച്ചു. പെരുങ്കുടി സ്വദേശി സൂര്യബാബുവാണ് മരിച്ചത്. സൂര്യബാബു കഴിഞ്ഞ ബുധനാഴ്ച സ്കൂളിൽ നിന്നും വീട്ടിലെത്തുമ്പോൾ പനി ബാധിതയായിരുന്നു. തുടർന്ന് ഇന്നലെ രാവിലെയോടെ വീട്ടിൽ വെച്ച് അപസ്മാര ലക്ഷണം കണ്ട് ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചെങ്കിലും ജീവൻ രക്ഷിക്കാനായില്ല.